ആരോടെങ്കിലും ദേഷ്യമുണ്ടെങ്കിലും വിദ്വേഷമുണ്ടെങ്കിലും വെറുപ്പുണ്ടെങ്കിലും അതൊക്കെ മാറ്റിവെക്കുമ്പോൾ ഹൃദയം തുറക്കപ്പെടുമെന്നതാണ്. അതുകൊണ്ടാണ് കർത്താവിൻ്റെ ഹൃദയം എന്തുകൊണ്ട് തുറക്കപ്പെടുന്നതായിട്ടിരിക്കുന്നു എന്ന് ചോദിച്ചാൽ അവൻ്റെ ക്ഷമയുടെയും കരുണയുടെയും ഒക്കെ പുണ്യമാണ്. അതുപോലെ നമ്മുടെ ഹൃദയം തുറക്കപ്പെടണമെന്നതാണ്. നമ്മുടെ ഹൃദയം തുറക്കപ്പെടണമെങ്കിൽ ക്ഷമിക്കുവാനും പൊറുക്കുവാനും കരുണ കാണിക്കുവാനുമുള്ള കൃപ ഉണ്ടാകണമെന്നാണ് പൗലോസ് അപ്പോസ്തലൻ വീണ്ടും നമ്മളെ പഠിപ്പിക്കുകയാണ്. സ്നേഹം അസൂയപ്പെടുന്നില്ല, കലഹിക്കുന്നില്ല, വിദ്വേഷം വച്ചു പുലർത്തുന്നില്ല, അനീതി ഇഷ്ടപ്പെടുന്നില്ല, അതെല്ലാം സഹിക്കുന്നു, അതെല്ലാത്തെയും പൊറുക്കുന്നു. സ്നേഹമാണ് സർവോത്കൃഷ്ടം, സ്നേഹമാണ് ഏറ്റവും വലുത് എന്നതാണ്. അതുകൊണ്ട് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. കണ്ണുകൾ അടച്ച് ഒരു നിമിഷം നമ്മളെ തന്നെ കൊടുത്തുകൊണ്ട് പ്രാർത്ഥിക്കാം. ഈശോയെ, അങ്ങയുടെ തിരുഹൃദയത്തോട് ചേർന്ന് നിൽക്കുവാനുള്ള പുണ്യം നൽകണം. ആരോടെങ്കിലും വിദ്വേഷമുണ്ടെങ്കിൽ, വെറുപ്പ്, അഹന്ത, കലഹം, അസൂയ, ദുരാശ, അങ്ങനെയുള്ള ഏതെങ്കിലും പാപങ്ങൾ ഉണ്ടെങ്കിൽ കർത്താവേ, അതെല്ലാം അങ്ങയുടെ സ്നേഹത്താൽ കഴുകി ശുദ്ധീകരിക്കുവാൻ അങ്ങയുടെ സ്നേഹമുള്ള ഹൃദയത്തിലേക്ക് ചേർന്നുകൊണ്ട് ലോകത്തിന് മുൻപിൽ സ്നേഹമുള്ള മനുഷ്യരായിട്ട് എല്ലാവരോടും പൊറുക്കുവാൻ, എല്ലാവരോടും ക്ഷമിക്കുവാൻ, എല്ലാവരെയും സ്നേഹിക്കുവാനുള്ള കൃപ നൽകിയിടണേ. ആമേൻ. സഹോദരരെയും എൻ്റെയും നിങ്ങളുടെയും ബലി സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവമേ, അങ്ങേ പ്രിയപ്പെട്ട ഹൃദയത്തിലെ അവാച്യമായ